ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം, വെൽക്കം, സ്വാഗതം, വണക്കം. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. This is Boing Boing. ബോയിങ്ങിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പോകുമ്പോൾ ലോകം മുഴുവൻ വേൾഡ് കപ്പിന്റെ ആ ഒരു ലഹരിയിൽ മുഴുകുന്ന ദിവസങ്ങളാണ്. നമ്മുടെ ഈ ഒരു ഷോയുടെ ക്ലിപ്പ് യൂട്യൂബിൽ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ വരുന്ന സമയത്ത് അതിന്റെ താഴെ കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട്. നീ വായിക്കാറുണ്ടല്ലേ? ഞാൻ കാണാറുണ്ട്. കുറെ ചേട്ടന്മാര് നല്ല അധികം കമന്റുകൾ ഇടുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇത് കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ കൈ, നിങ്ങളുടെ കീബോർഡ്, നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇടുന്നത്. പക്ഷെ ഇതൊക്കെ ശരിയാണോ? നമ്മൾ എല്ലാത്തിന്റെയും പോസിറ്റീവ് നെഗറ്റീവ്സും പറയുന്നതിന്റെ കൂട്ടത്തിൽ നല്ല കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടത്. കാരണം നമ്മൾ കാണുന്നത് പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ സംസാരിക്കുമ്പോൾ പലയിടത്തും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. മോശം എന്ന് പറയുന്നത് നല്ലതാണ്. ഞാൻ പോസിറ്റീവ് അങ്ങനെ പറയുന്ന ആൾക്കാരെ കൊണ്ട് മാത്രമാണ് നമുക്ക് റീച്ച് ഉണ്ടാകും. തീർച്ചയായിട്ടും പോസിറ്റീവ് നെഗറ്റീവ്സ് തരുന്നതിന്റെ ഒരു വലിയൊരു സക്സസ് എന്നാണ് നമ്മുടെ ഷോയുടെ റീച്ച് തന്നെയാണ്. അതിനെ ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. മാത്രമല്ല കുറെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമായിട്ടുള്ള കുറെ സ്മാർട്ട് ഗേൾസ് പതിപോലെ ഇന്നും വന്നിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം ദ സ്മാർട്ട് ഗേൾസ് ഫ്രം ടീം എ ആൻഡ് ടീം ബി. ഇവിടെ ടീം എയിൽ നോക്കുമ്പോഴേ നിന്റെ ടീമിൽ ഭയങ്കര ഭീകര മുഖാണല്ലോ, ഭയങ്കര ക്രൂക്കഡ് മൈൻഡിലായിട്ട് നോക്കുന്ന ആൾക്കാരാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, രണ്ട് ജില്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ്. അവർ കൊല്ലം ജില്ലയിൽ നിന്ന്, ഒരാൾ ചേർത്തലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ആലപ്പുഴ ജില്ല. അങ്ങനെ രണ്ട് ജില്ലക്കാരാണ്. ടീമിലെ ആൾക്കാരുടെ മുഖത്തൊരു ക്രൂരത നിലനിൽക്കുന്നത്. അവരെന്താണെന്നറിയാമോ? അത് അവർ ഈ മത്സരത്തിന് ആ ക്രൂരതയോട് കാണുന്നത്. കാരണം എന്നെ നോക്കണമെന്ന് അങ്ങനെ അത് നീ കണ്ണാടി മാറ്റിട്ട് നോക്കിയേ, പേടിച്ചു പോയി. അതായത് ഇപ്പൊ ക്രൂരത ഉണ്ടെങ്കിൽ മാത്രമേ നിന്നോടൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അറിയാലോ. ആദ്യത്തെ ക്രൂരയുടെ പേരെന്താ? ആദ്യത്തെ ക്രൂരയല്ല, ആ കുട്ടിയുടെ ആ ഒരു പാവമായിട്ടുള്ള ആ കുട്ടി ടീച്ചറാണ്. ആ ടീച്ചറിന്റെ വിശേഷം പറയാം. ആ കുട്ടിയുടെ പേരാണ് സുജ. ആ കുട്ടിക്ക് ഒരു കുട്ടിയുണ്ട്, സുജ ടീച്ചർ. മുത്താണോ? അതെ. എന്ത് സബ്ജക്റ്റാ പഠിപ്പിക്കണേ? ഞാൻ KG ടീച്ചറാണ്. ചെറിയ കുട്ടികളുടെ ടീച്ചറാണ്. അപ്പൊ ചെറിയ കുട്ടികളുടെ മേളായിരിക്കും ചുറ്റിലും. ഒരു ചിൽഡ്രൻസ് പാർക്കിൽ പോയ ഫീൽ ആയിരിക്കും മൊത്തത്തിൽ. തീർച്ചയായിട്ടും. കുട്ടികളെ കുറച്ച് മേയ്ക്കാൻ കുറച്ച് പാടാണോ? ഇല്ല, കൊച്ചു പിള്ളേരുടെ കൂടെ പോകുമ്പോഴത്തേക്കും നമ്മളും കൊച്ചാവത്തില്ലേ. നമ്മുടെ ഉഷ ടീച്ചറുടെ വീഡിയോ കുറച്ചു കാലം മുമ്പ് വൈറലായിട്ടുണ്ടായിരുന്നു. അവർ ചാച്ചാ നെഹ്റുവിനെ പറ്റിയിട്ട് അസംബ്ലിയിൽ പാടി കേൾപ്പിച്ച ആ ഒരു സംഭവം വൈറലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചർമാരെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ലെവലിലേക്ക് ഇറങ്ങിയിട്ട് അവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന ആൾക്കാരാണ്. സുജ ടീച്ചർ അങ്ങനെയുള്ള ടീച്ചറാണോ? അങ്ങനെ ഒന്നും ഇല്ല. പക്ഷെ റൈംസിൽ മാത്രം ഒരു റൈം കേക്കട്ടെ, പഠിപ്പിക്കുകയല്ലേ? അപ്പൊ കൈ ഇങ്ങനെ വെക്കാം. Teddy bear, turn around. Teddy bear, turn. പിന്നെന്താ ചെയ്യണ്ടേ? Turn around. Teddy bear, turn around. എത്ര റൗണ്ട്? Teddy bear, touch the ground. Teddy bear, touch the ground. Teddy bear, polish your shoes. Teddy bear, polish ഇല്ല, ഇത് വൈറ്റാ. Polish your shoes. Okay, ഇത് Teddy bear, jump up high. Teddy bear, jump up high. അടുത്ത ആളെ പരിചയപ്പെടാം നമുക്ക്. അതൊരു ഗുസ്തിക്കാരിയാണ് തോന്നുന്നുണ്ട്, ആ ലുക്കും ഫീലൊക്കെ. അടുത്ത ആളെ പരിചയപ്പെടാം. ഗുസ്തിക്കാരിയല്ല, റോഷ്നി എന്നാണ് പേര്. റോഷ്നി, വെൽക്കം. റോഷ്നി എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറാണ്. അതും ടീച്ചറാണോ? രണ്ട് ടീച്ചർമാർ. ഈ റോഷ്നിയെ പറ്റി കുറെ കാര്യങ്ങൾ പറയണ്ട. റോഷ്നിയോട് ഞാൻ ചെന്ന് സംസാരിച്ച സമയത്ത് റോഷ്നിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ രണ്ട് ഫ്രണ്ട്സ് ആണ്? ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഞങ്ങൾ എനിമീസ് ആണെന്ന്. എന്താണ് എനിമി ആവെന്ന് പറഞ്ഞു? അത് ഞാൻ വെറുതെ ഒരു പഞ്ചിന് വേണ്ടി പറഞ്ഞു. വെറുതെ പഞ്ചിനാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ തമ്മിൽ എനിമി ആയിക്കോ, എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ഒന്നും ചെയ്യാതിരുന്നോ? ഞങ്ങളുടെ ഗ്രൂപ്പിലല്ലേ ഇതാണ്. അല്ല, അതിവൻ പലതും പറയും. അടുത്ത ആളെ പരിചയപ്പെടാം. ഇവർ രണ്ടുപേരും കൊല്ലത്തു നിന്നാണ് വരുന്നത്. അപ്പം മറ്റൊരു ജില്ലയിൽ ആലപ്പുഴ ചേർത്തലയിൽ നിന്നാണ് വന്നിരിക്കുന്ന കുട്ടിയുടെ പേരാണ് അഫിദ. എങ്ങനെയുണ്ട് അഫിദ? നമ്മുടെ ബോയിങ്ങിന്റെ എപ്പിസോഡ് കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ട്. അതുകൊണ്ട് താല്പര്യപ്പെട്ട് തന്നെ ഞാൻ. എങ്ങനെയുണ്ട്? ഏതാ മത്സരം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? ഇഷ്ടം താമരശ്ശേരി. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാണാറുണ്ടോന്ന് വെച്ചില്ലേ? നേരത്തെ കുട്ടി വന്നിട്ട് എന്നോട് ചോദിച്ച ഒരു സംഭവം ഉണ്ട്. ചേട്ടന്റെ ടീമാണല്ലേ എന്നും ജയിക്കാറുള്ളതെന്ന് എന്നോട് ചോദിച്ചു. ആണോ? സത്യത്തിൽ അങ്ങനെയല്ല, പക്ഷെ കുട്ടിക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടായത് ശരിയാവട്ടെ. എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു കുട്ടി കണ്ട എപ്പിസോഡിൽ അല്ല, അങ്ങനെയല്ല. ഒരു ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരിട തൊട്ടാണ് ചേട്ടന്റെ ടീം ജയിക്കാൻ തുടങ്ങിയത്. അറിയാമോ? അത് ഇന്ന് പൊളിക്കും. ഇന്ന് ചേട്ടന്റെ ടീമിനെ നമ്മൾ തോൽപ്പിക്കും അല്ലേ? അതെ. അവിതയുടെ കൂടെ ചേട്ടൻ വന്നിട്ടുണ്ട്. എവിടെ ചേട്ടൻ? ആ ചേട്ടൻ ജിമ്മനാണ്. ചേട്ടന് മൈക്ക് കൊടുത്തേ. ജിമ്മൻ ചേട്ടൻ. എന്താ പേര്? അഫിത്ത്. ഈ ഒരു അക്ഷരം വിട്ടിട്ട് കളിയില്ലേ? അങ്ങനെയാണ് വീട് ചേർത്തല. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് ജോസി. അമ്മയുടെ പേര് മേഴ്സി. അപ്പൊ ടീം എയില് നിങ്ങളുടെ ടീം തന്നെ പറഞ്ഞു അടുത്തിടെയായിട്ട് ചേട്ടന്റെ ടീം ഭയങ്കര വിജയമാണെന്ന് പറഞ്ഞു. ആ വിജയം തുടരാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ടീമാണ് ടീം ബി.
അതായത് ഞാൻ കുറച്ച് ബാക്കോട്ട് പോട്ടെ. ഗുളു 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 ഗുളു. ആ, Okay. ഇനി തിരിച്ചു വന്നു. ഇനി അവിടെയുള്ളൊരു കഥ, അതായത് 2014 എന്ന വർഷം, ആ വർഷത്തിൽ ഞാനൊരു ലെക്ചറർ ആയിരുന്നു. അപ്പൊ അന്ന് ഞാൻ ലെക്ചറർ ആയിരുന്ന സമയത്ത് എന്റെ സ്റ്റുഡന്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ആദ്യം ഇരിക്കുന്നത്. ദുരന്തം. രചന പറഞ്ഞു കൊടുക്കും. ഞാൻ പഠിപ്പിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുവാണ്. എവിടെയാ വർക്ക് ചെയ്യണേ? ഒരു മൊബൈൽ കമ്പനിയില്. ഇവൻ ഇത്രയും പഠിപ്പിച്ചിട്ട് ഒരു മൊബൈൽ കമ്പനി വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയോ? നിന്റെ കീശയിൽ മൊബൈൽ ഞാൻ ജോലി search ആൾക്കാരുടെ കയ്യിൽ മൊത്തം മൊബൈൽ. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചാൽ ആ കുട്ടിയാണ് മൊബൈൽ ഉണ്ടാക്കും തോന്നുമല്ലോ. മൊബൈൽ കമ്പനിയിൽ എന്തായിട്ട് വർക്ക് ചെയ്യണേ? കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട കസ്റ്റമർ റിലേഷൻ ആണ്. വേറെന്താ ഹോബീസ് ഒക്കെ? വേറെ ഡാൻസ് കളിക്കും, പിന്നെ സ്പോർട്സ്. ഈ മൊബൈൽ കമ്പനി പോകുന്നതിനിടയ്ക്ക് എപ്പോഴും ഡാൻസ് കളിക്കാനുള്ള സമയം കിട്ടുന്നത്? ഡാൻസ് കളിച്ചോണ്ടാ പോവാറ്. ഞാൻ ഡാൻസ് പഠിപ്പിക്കാറുണ്ട്. സ്വന്തം അധ്യാപകനെ ഡാൻസ് പഠിപ്പിക്കാനുള്ള അവസരം വരും. മ്യൂസിക് പ്ലീസ്. Naraka-se, nube paite-se, atago-peste. Tabule-se pode, popo, tabule-se pode, popo. Raro, na sivakasi, agirajesi, sigu-perdeste. Tabule-se pode, popo, tabule-se pode, popo. Chettu meeda mangola, nuvente sakkagunnade. చాకులాంటి పిల్లాడే ఎంత షార్ప్ గున్నాడే చాకొచ్చి mango కోస్తే. tabule-se pode, kanne kottade. രജനെ എന്റെ സ്റ്റുഡന്റിനെ പരിചയപ്പെട്ടു. ഇനി എന്റെ സ്റ്റുഡന്റിന്റെ ഫ്രണ്ട്സിനെയാണ് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. ദാറ്റ് ഈസ് അഭിരാമി. അഭിരാമി, വെൽക്കം. അഭിരാമി എന്താ ചെയ്യണേ? ഞാനിപ്പോ ഏവിയേഷൻ പഠിക്കുവാണ്. ഏവിയേഷൻ പഠിക്കുകയാണ്. അതായത് ഏവിയേഷനിൽ എന്താണ്, എയർ ഹോസ്റ്റസ് ആവാനാണോ? അത് നല്ലതാ. കാരണം ഫ്ലൈറ്റിൽ തീരെ വെയിറ്റ് കുറഞ്ഞ ആൾക്കാരെ എടുക്കുക. അതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞ ഒരാളാണ്. അല്ല, ഗ്രൗണ്ടും ഉണ്ട്, രണ്ടും ഉണ്ട്. അഭിരാമി, എങ്ങനെയുണ്ട് നമ്മുടെ ബോയിലെ മത്സരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ പേടിയുണ്ട്. ഏത് മത്സരത്തിനാണ് പേടി? ഈ മത്സരത്തിൽ ആരെയാണ് പേടി? ഇതിനകത്തുള്ള ആൾക്കാരാണോ? അപ്പൊ ഇനി തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് വളരെ ഫേമസ് ആയിട്ടുള്ള പേരുള്ള ആളാണ്. ദാറ്റ് ഈസ് ഷാനി. ഷാനി എവിടുന്നാ വരുന്നേ? എറണാകുളത്ത് വരുന്നത്. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. ഷാനി ഇവരോട്ട് ഫ്രണ്ട്സ് ആണോ? എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്. നമ്മൾ കപ്പെടുക്കില്ലേ? പിന്നെ അത് മതി. ഓൾ ദി ബെസ്റ്റ് ടീം എ ആൻഡ് ടീം ബി. ആദ്യത്തെ ഗെയിമിലേക്ക് കടക്കാം. ഗെയിമിന്റെ പേരാണ് സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയുടെ പ്രത്യേകത, നിങ്ങൾക്ക് ഇവിടെ ഒരു റാമ്പ് വാക്ക് കാണാം. നിങ്ങൾ എല്ലാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ കൂടെ പറയുകയാണ്. റൈറ്റ് സൈഡ് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡ് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. 12 ബക്കറ്റ് വെള്ളം ഇവിടെ ഉണ്ട്. ടീം എയിൽ നിന്ന് ഒരാൾ വരുന്നു. ഒരാൾ വന്നിട്ട് നേരെ ഇതുവഴി ഈ ബക്കറ്റ് വെള്ളമായിട്ട് പോവുക. ആ ബക്കറ്റിലെ വെള്ളം ടീം എയുടെ ബക്കറ്റ് റൈറ്റ് സൈഡിലേതാണ്, ടീം ബിയുടെ ലെഫ്റ്റ് സൈഡിലേതാണ്. ആ ബീക്കറുകളിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഏറ്റവും കൂടുതൽ ഫില്ല് ചെയ്യുന്ന ടീമിന് 300 പോയിന്റ് കിട്ടും. ഓപ്പോസിറ്റ് ടീമിന് 0 പോയിന്റ് ആയിരിക്കും. പോകുന്ന സമയത്ത് കയ്യിൽ നിന്ന് ബക്കറ്റും വെള്ളം താഴെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ ബക്കറ്റും വെള്ളം എടുത്ത് റാമ്പ് ഫിനിഷ് ചെയ്ത് തിരിച്ച് വന്നാൽ മാത്രമേ ടീമിൽ നിന്ന് അടുത്ത ആളിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾക്കൊരു ആവേശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിചയപ്പെടേണ്ട ആൾക്കാരാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ദാറ്റ് ഈസ് ബാഹുബലി ബോയ്സ്. സവാരി ഗിരിഗിരി മത്സരത്തിൽ ആദ്യം പങ്കെടുക്കാൻ വരുന്നു ടീം എ. പ്ലീസ് കം. എന്തായാലും നല്ല എനർജറ്റിക് കണ്ടസ്റ്റൻസ് ആണ്. അത് മാത്രമല്ല നിങ്ങൾ നല്ല ഡാൻസേഴ്സ് ആണ്. അപ്പോൾ ഈ സവാരി ഗിരിയിൽ നമ്മുടെ ലക്ഷ്യം അറിയാലോ, റൈറ്റ് സൈഡിൽ നിന്ന് ബക്കറ്റ് നിറയ്ക്കുകയാണ്. എന്താണ് സവാരി ഗെയിമിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, ഭയങ്കര പേടിയായിട്ടിരിക്കുക. ചെവി നിറയെ കുരുക്കളാണല്ലോ ടീച്ചർക്ക്. അത് സ്റ്റഡാണ്, കുരുക്കളല്ല. പറയൂ, എന്ത് പേടിയാണ്? ബാഹുബലി ബോയ്സിനെ.
അവർ ചിലപ്പോൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കണ്ട് പേടിക്കും അവര്. ഓൾറെഡി അവർ എത്തി നോക്കിയിട്ട് പേടിച്ചിരിക്കുകയാണ്. ഓക്കെ, സുജ എന്താ പറയാ, ടീച്ചറാണ്. എനിക്കും പേടിയുണ്ട്, പക്ഷെ എന്റെ ഈ വെയിറ്റിന് സ്കൂളിൽ കുട്ടികളെ കൊച്ചു പിള്ളേരെ ബഹളം വെച്ച് കഴിയുമ്പോൾ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാറില്ലേ? അതുപോലെ വേണമെങ്കിൽ ബാഹുബലി ബോയ്സിനോട് എന്തെങ്കിലുമൊക്കെ പറയാം. പറയേണ്ടി വരത്തില്ല, എന്റെ സൈസിന് അവർക്ക് താങ്ങാൻ പറ്റില്ല. നിങ്ങൾക്കുള്ള വെല്ലുവിളിയാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഇവർ പറയുന്നത് ഇവരുടെ സൈസ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ലെന്നാണ്. നമുക്ക് കണ്ടറിയാം, പറ്റില്ല. നമുക്ക് നോക്കാം ഇവരുടെ സൈസ് താങ്ങാൻ പറ്റുമെന്ന്. എന്തായാലും ആദ്യം നമുക്ക് ടെസ്റ്റ് ഡോസ് ആയിട്ട് സുജയെ തന്നെ വിടാം. ബാഹുബലിയെ വെല്ലുവിളിച്ചുകൊണ്ട് സുജ ഇതാ കളത്തിലേക്ക് ഇറങ്ങുന്നു. സുജ, all the best. Your time starts now. 3, 2, 1, go. എന്തായിരുന്നു സംഭവം? ബാഹുബലിയെ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ടാണ് സുജ, ഒരു കാര്യം ഉറപ്പായില്ല, ഇവർ ഏത് വെയിറ്റും പൊക്കുന്നു. മനസ്സിലായി. ഓക്കെ, പറഞ്ഞതിന്റെ പ്രതികാരം തീർത്തേ. വെള്ളം ആവശ്യമുണ്ടായിരുന്ന വെറുതെ സുജ, അവിടെ വരെ 2 ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ട് അവിടെ നിന്ന് ഞാൻ തലവഴി ഒഴിച്ച് കുളിച്ചല്ലേ. സ്വന്തം തല കഴിച്ചിട്ട് ഭംഗിയായിട്ട് കുളിച്ചു. സോപ്പിലുണ്ടായിരുന്ന പൊളിച്ചതാണ്. എങ്ങനെയുണ്ട് മത്സരം? എങ്ങനെയുണ്ട്? അടിപൊളി. ഓക്കെ, അടുത്ത് നമുക്ക് ആരെ വിടാം? സുജ തന്നെ പറ, ആരെ വിടാം? റോഷ്നി തന്നെ. ടീം എയിൽ നിന്ന് സുജ സെലക്ട് ചെയ്ത റോഷ്നിയാണ് വരുന്നത്. റോഷ്നി, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, ഗോ. ഇവർക്ക് രണ്ടും അടിയെ കൊടുക്കുന്നുണ്ടല്ലോ കാര്യമായിട്ട്. വെയിറ്റ് മൊത്തം കാലിലാന്ന് തോന്നുന്നു. അവര് പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് എവിടുന്ന് കിട്ടിയ ടീമിനെ ഈ വെയിറ്റ് ഒന്നും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇതോ ഇപ്പൊ എന്താ അവിടെ സംഭവിച്ചത് ശരിക്കും? ആരാ ഇവിടെ പടക്കം പൊട്ടിച്ച? ഇന്ന് വിശ്വാ പറയൂ. എന്റെ കിളി പോയി. അടുത്ത ടീം എയിൽ വരുന്നു അബിത. അബിത, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, ഗോ. അബിത, സാധാരണ ബോയ് പോലും സവാരി മത്സരം കഴിയുമ്പോൾ ബാഹുബലി ബോയ്സ് നിങ്ങളെയാണ് കുളിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് എന്നെയും സൂര്യനെയും കുളിപ്പിച്ചു. മാത്രമല്ല അവര് സ്വയം കുളിക്കുകയും ചെയ്തു, ഭംഗിയായിട്ട് കുളിച്ചിട്ടുണ്ട്. എന്താ പറ്റിയേ പറയും? ഒന്നിച്ചിരി അവർക്ക് വിട്ടുതരാൻ ഞാൻ അവിടെ വിട്ടു തരത്തില്ല. ഞാൻ വെച്ചാൽ അവിടെ എത്തിയപ്പോ ഇത് ഫിനിഷ് ചെയ്യുന്ന വിചാരിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? ആ പോയിന്റിൽ കടുക് മണിക്ക് അവര് ഒരു തുള്ളി പോലും തന്നില്ല. ഒന്ന് നിക്കാൻ കൊടുത്തവരുടെ അവിടം വരെ സേഫ് ആയിട്ട് കൊണ്ടുപോയത്. അവിടം വരെ വന്നിട്ട് പിന്നെ അവര് വാശിയാണ് അവിടെ എത്തിക്കല്ലോ. എന്തായാലും നമുക്ക് ആ വാശിയോട് തന്നെ സുജ ടീച്ചറെ വിടാം. ടീമേയിൽ നിന്ന് സുജ ടീച്ചർ വീണ്ടും വരികയാണ്. സുജ ടീച്ചർ, ഒരു ചാൻസ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് കിട്ടി. ഇതിലാണ് നമുക്ക് വെള്ളം നിറയ്ക്കേണ്ട ഒരു ബക്കറ്റ് ഉണ്ട്, വെറുതെ ഇരിക്കുന്നു. സുജ ടീച്ചർ, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, ഗോ.
എങ്ങനെയുണ്ട് കുറച്ചെങ്കിലും നിറയ്ക്കാൻ പറ്റിയപ്പോ എന്താണ് തോന്നുന്നത്? സന്തോഷം. സന്തോഷമായി ഗോപി അവരെ ഏട്ടാ. തോപ്പിച്ച സന്തോഷം. അവരെ തോൽപ്പിച്ചത്. റോഷ്നി, all the best. Your time starts now. 3, 2, 1, go. ടീമേയിൽ നിന്ന് അഭിത, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ആ ബക്കറ്റ് നിറഞ്ഞ് കവിയണം. ടീമിൽ അഫിത തന്നെയാണ് വരുന്നത്, വേറെ ആരുമല്ല. നിറഞ്ഞ് കവിയണം. ഇപ്പൊ ശരിയാക്കി തരാം, അതാണ് പോകുന്നത്. ഓക്കെ അഭിത, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. സവാരി ഗിരിയിൽ ആവേശം നിറഞ്ഞ മത്സരം. ടീം എ ആദ്യം അവരൊന്ന് പതറിയെങ്കിലും രണ്ടാമത്തെ റൗണ്ടിൽ അവർ സ്കോർ ചെയ്തു. ഏതാണ്ട് പകുതി വരെ ആ ബക്കറ്റ് നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ സന്തോഷം നിങ്ങൾ ആദ്യം ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പൊ ഇത്ര നിറച്ചപ്പോ നിങ്ങൾ മൂന്നുപേരുടെ മുഖത്ത് സന്തോഷമുണ്ട്. അപ്പൊ ആ സന്തോഷം നിങ്ങളൊന്ന് ആസ്വദിച്ചോളൂ. മുരുക ഒരു പാട്ടിട്ട് മ്യൂസിക് പ്ലീസ്. வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா, பாம்பே அல்வா போலே என் பேரத்தான் மெல்லுவா. வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா, பாம்பே அல்வா போலே என் பேரத்தான் மெல்லுவா. எவனு ஏறலாமா கோடம் வகம் பசுன்னு, இவத ரஜ நகம் சிறிடுவா ஹிசுன்னு. மல்லிகா நீ கடிச்சா நெல்லிக்கா போலி நிப்பா, பஞ்சன நீ விரிச்சா பாட்டுத்தான் படிச்சிருப்பா. கொஞ்சனா கொஞ்ச ഈ ആവേശം നിറഞ്ഞ മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു നിമിഷം കാത്തിരിക്കുക. This is Boing Boing. Have a short break. മത്സരത്തിന്റെ ആവേശം കൊണ്ട് അങ്ങേയറ്റത്തെ ആവേശം തീർക്കുന്ന മത്സരം. ദാറ്റ് ഈസ് ബോയിങ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. ആദ്യത്തെ മത്സരം ബോയിങ് ബോയിങ്ങിന്റെ സവാരി ഗിരിയിൽ ടീം എ ഗംഭീരമായിട്ട് മത്സരിച്ച് അത്രയും വെള്ളം നിറച്ച് ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി അവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ അതിനപ്പുറം നിറയ്ക്കുന്നുള്ള വിചാരത്തോടു കൂടി. എന്നാൽ നമുക്കറിയാം That is Team B. Welcome. ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങാം. ടീം എ മത്സരിച്ച് കഴിഞ്ഞപ്പോ എന്താ തോന്നുന്നു? ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ഗുരുക്കന്മാരുടെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ശാപം വാങ്ങാതെ കൃത്യമായിട്ട് ജയിച്ചിട്ട് വരിക. ഓക്കെ, എന്താണ് തോന്നുന്നത് ആദ്യം ഒരു ടീം മത്സരിച്ച് കഴിയുമ്പോ? കുഴപ്പമില്ല. അഭിരാമി പറഞ്ഞു പേടിയുണ്ട്. ഇപ്പൊ പേടി കൂടിയോ കുറഞ്ഞോ? പേടി കൂടി. അഭിരാമി പേടി കൂടി. ഇവിടെ പേടിയില്ല. ഇവിടെ പറയും. ഇവിടെ പേടി കൂടിയോ കുറഞ്ഞോ? അങ്ങനെയൊന്നും പറയാം. അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാം കണ്ടറിയാം. ആദ്യം ആരാണ് സൂരജ് എന്റെ ടീമിൽ വരുന്നത്? ആദ്യം എന്റെ ടീമിൽ നിന്ന് എന്റെ തുറുപ്പ് ചിത്രത്തിന്റെ ഇറക്കിയാണ് ഞാൻ രചന. രചന, എന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. പണ്ട് പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ നീ ഇവിടെ സ്കോർ ചെയ്യണം. രചന, ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. എന്റെ മുത്തേ കളയല്ല. അവിടെ വെക്ക്. ശ്രദ്ധിച്ചിറങ്ങ.
മാഷന്മാര് പറയുന്നത് കേൾക്കാത്തോണ്ടാണ് പണ്ട് നീ പരീക്ഷ തോക്കാറുള്ളത്. ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തിട്ട് പറഞ്ഞ പോലെ മാഷിന്റെ കയ്യിൽ കൊണ്ട് ബക്കറ്റ് കൊണ്ടൊന്ന് ഏൽപ്പിക്കുകയാണ്. ഓക്കെ, അടുത്ത ആരാണ് പോകുന്നത്? അഭിരാമി. ടീം ബിയിൽ നിന്ന് അഭിരാമിയാണ് വരാൻ പോകുന്നത്. അഭിരാമി, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 ഗോ. പൊക്കിപ്പിടി. എടുത്തോ. എന്താ എനിക്ക് സത്യം പറഞ്ഞാൽ അഭിരാമി പോയപ്പോ പേടിയായിരുന്നു, എയറിലെങ്ങാനും പോകുന്നു. എനിക്കും പേടിയായിരുന്നു. എങ്ങനെയുണ്ട് മത്സരം കഴിയുമ്പോ പേടി കുറച്ചെങ്കിലും കുറഞ്ഞോ അതോ? പേടിയാ, കൊഴപ്പില്ല. കുഴപ്പമില്ല. പക്ഷെ എൻജോയ് ചെയ്തോ? പറക്കുമായിരുന്നല്ലോ. എങ്ങനെയുണ്ട്? പറക്കാനല്ല വിട്ടത്, ഈ ബക്കറ്റിലെ വെള്ളം അവിടെ എത്തിക്കാനാണ്. അല്ലെങ്കിൽ പണ്ടേ പറക്കലിനോട് ഭയങ്കര ക്രേസ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്ത ആൾ വിട്ടാലോ? ഇയാളാണ് പറഞ്ഞത് അഭിരാമിയാണ് എന്നെ പേടിപ്പിച്ചത്. അതൊന്നും ഒന്നുമല്ല. ഷാനി, ഇതുവരെ നമ്മുടെ ബക്കറ്റിന് ശാപമോഷണം ലഭിച്ചിട്ടില്ല. നിന്നിലാണ് പ്രതീക്ഷ. നീ നമ്മുടെ മറ്റേ വൈശാലി ആവണം. പോയിട്ട് വാ. ഓക്കെ, ഷാനി, your time starts now. 3, 2, 1 go. ഷാനി സേഫ്. പോട്ടെ, വിടരുത്. പോട്ടെ. പുറത്തിറങ്ങരുത്. Good job, Shani. Good. ഷാനി പറയൂ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഷാനിക്ക് വഞ്ചി തുഴഞ്ഞ് പരിചയമുണ്ടോ? ഷാനിയാണ് അത്രയും വെള്ളം നിറച്ച്. എങ്ങനെയുണ്ട്? ബക്കറ്റ് വെച്ചിട്ട് തന്നെ തള്ളിക്കൊണ്ടിരിക്കുക, എനിക്ക് പുറത്തിറങ്ങാൻ. വഞ്ചി തുഴയാറുണ്ടോ? അല്ല, ഒരു ഇതിട്ടിട്ട് തുഴയുന്ന ഒരു കാല് പുറത്തൊക്കെ ഇട്ടിട്ട്. നേരത്തെ ഞാൻ പ്ലാൻ ചെയ്താണ്, ഇവിടുന്ന് തുഴഞ്ഞു. ഇനി അങ്ങനെ പ്ലാൻ ചെയ്യണ്ട. അങ്ങനത്തെ പ്ലാനിങ് വേണ്ട. ഷാനി, കൂട്ടുകാരി പറഞ്ഞ് പേടിപ്പിച്ചു. റിയൽ ആയിട്ട് പോയപ്പോ എന്താണ്? എനിക്ക് അറിഞ്ഞൂടല്ലോ, കാലൊക്കെ വേനെടുക്കണേ. കാലൊക്കെ വേദനിക്കുന്നോ? വല്ലപ്പോഴും ശരീരമാണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പണിയെടുക്കണം. വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവായിരുന്നില്ല. ഓക്കെ, അടുത്ത് വിട്ടാലോ? പക്ഷെ എന്റെ രചന കൊണ്ടുപോ രചന. രചന, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 ഗോ. കളയല്ലേ. Good. Abhirami, all the best. Abhirami, your time starts now. 3, 2, 1 go. വിടരുത്. പൊക്കിപ്പിടി. ആ ഒന്ന് എത്തിച്ചാ മതി. പോട്ടെ, അത് കളയരുത്. ടൈം എടുത്തോ. ലെഫ്റ്റില് കളയരുത്. നീങ്ങിപ്പോ. വിടരുത്. അങ്ങോട്ട്. അങ്ങനെ അതുപോലെ തന്നെ നീങ്ങിപ്പോ. ഇരുന്നിറങ്ങി. പോട്ടെ. പോ. വെയിറ്റ്. ടൈം എടുത്തോ. നോ പ്രോബ്ലം. മറ്റേത് കളയരുത്. അതെത്തിക്ക്. സേഫ് ആയിട്ട് എത്തിക്ക്. Wow, very good. Very good.
job, good job. Good job, good job. Good job. ഷാനി, ക്ലൈമാക്സ്, സിനിമയുടെ ക്ലൈമാക്സ് ആണ്. ഷാനി, ഈ ബോയിന്റെ സവാരി മത്സരത്തിന്റെ റിസൾട്ട് തീരുമാനിക്കുന്നത് ഷാനിയാണ്. ഏത് ടീം ജയിക്കുമെന്ന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഷാനി. പുലിമുരുകനിലെ ലാസ്റ്റ് മോഹൻലാൽ ഗുഹ ചാടുന്ന പോലെ ഒന്ന് വിചാരിച്ചാൽ മതി. ഷാനി, ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. ഷാനി മാസാണ്. ഷാനി, പറയൂ. എന്റെ ശിഷ്യയാവാൻ യോഗ്യതയുള്ള ഒരാള് ഷാനി പറയൂ മാത്രമാട്ടോ. ഷാനി, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പറയൂ. നേരത്തെ കാലം തള്ളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനേക്കാളും സേഫ് ആയിട്ട് പോവാൻ അതിനേക്കാളും ഞാൻ തള്ളി. അല്ലേ? ഞാൻ ഇവിടെ നിന്നപ്പോ നിർത്തി. അപ്പൊ ഞാൻ ഈ സൈഡിൽ പിടിച്ചൊക്കെ പോയി അങ്ങനെ ഒരുവിധമൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചു. ഈ ബക്കറ്റ് വെള്ളം ഏറ്റവും കൂടുതൽ നിറച്ചിരിക്കുന്ന ടീം ബി ആണ്. അവർക്ക് കിട്ടുന്ന 300 പോയിന്റ്സ്. വെരി ഗുഡ്. കിടക്കി. നമുക്ക് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? പൊളിക്കണ്ടേ? നമുക്ക് ഡാൻസ് അറിയില്ലെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കും. മുരുക, ഒരു പാട്ട്. മ്യൂസിക് പ്ലീസ്. Yes, welcome back to the show. This is Boing Boing. ബോയിങ്ങിലെ സവാരിഗിരി മത്സരം കഴിയുമ്പോൾ വീഴ്ചകളെ ആഘോഷമാക്കുന്ന രസകരമായിട്ടുള്ള മത്സരമാണ് വരാൻ പോകുന്നത്. ആ മത്സരത്തിന്റെ പേരാണ് തലയണ മന്ത്രം. തലയണ മന്ത്രത്തിന്റെ വിട്ടുകൊടുക്കണോ പിടിച്ചെടുക്കണോ കണ്ടറിയാം. അതിനു മുന്നേ നിങ്ങൾ പരിചയപ്പെടേണ്ട തലയണ മന്ത്രത്തിന്റെ ആചാരങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, റോളിംഗ് ട്യൂബ് കാണാം, രണ്ട് സൈഡ് പില്ലോ അടുക്കിയിരിക്കുന്ന കാണാം, ഒരു ബോർഡർ ലൈനും കാണാം. ആരാണോ പില്ലോയുമായിട്ട് പോയിട്ട് ആദ്യം ബോർഡർ ലൈൻ ക്രോസ് ചെയ്യുന്നത് ആ ടീമിലെ മെമ്പറിന് കിട്ടുന്നത് 50 പോയിന്റ് ആണ്. ഇനി ഓപ്പോസിറ്റ് ടീമിന്റെ തലയണ കളയുകയോ അല്ലെങ്കിൽ അയാളെ തള്ളി താഴെയോ ചെയ്തു കഴിഞ്ഞാൽ, അടിച്ചു വീഴ്ത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ 100 പോയിന്റ് കിട്ടും. ടോട്ടൽ 150 പോയിന്റ് ഒരു മെമ്പർക്ക് നേടാൻ പറ്റുന്ന ഒരു റൗണ്ടാണിത്. ഓക്കെ, മാത്രമല്ല ഇവിടുന്ന് ഗോ പറഞ്ഞതിന് ശേഷം, ഗോ കേട്ടതിന് ശേഷം മാത്രം പോവുക. ഓക്കെ, അതിന് മുന്നേ എന്ത് കേട്ടാലും പോരുത്, ഗോ കേട്ടതിന് ശേഷം മാത്രം പോവാം. ടീം എയിൽ നിന്ന് തലയണ മന്ത്രം ചൊല്ലാനായിട്ട് വരുന്നു സുജ. ടീം ബിയിൽ നിന്ന് വരുന്നു എന്റെ സ്റ്റുഡന്റ് രജിന. പോയിട്ട് വാ. സുജ, രജിന, all the best. Your time starts now. 3, 2, 1, go. Fast. Good. സുജ, മുന്നോട്ട് പോ. സുജ, മുന്നോട്ട് പോ. രജിന ഫ്രണ്ടിലേക്ക് വാ. സുജ, go. സുജ, go. എന്താ പറ്റിയ സുജ? പറയും. വെള്ളം കുടിച്ചു. രജിന പറയൂ, എങ്ങനെയുണ്ട്? ഇത്രയും വെയിറ്റുള്ള ചേച്ചിനോടൊക്കെ പിടിച്ചു നിൽക്കണ്ടി. പിടിച്ചു നിന്ന് വലിച്ചിട്ടില്ലേ? ആ ലാസ്റ്റ് അല്ലേ അത്രയും ഫൈറ്റ് ചെയ്തില്ലേ? പക്ഷെ രണ്ട് പോയപ്പോ എന്നെയും കൂടെ കൊണ്ടുപോയി അല്ലേ? ആ പോയപ്പോ എന്നെയും കൂടി പിടിച്ചു. നിങ്ങൾ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി, നിങ്ങൾ രണ്ടുപേരും വീണു, രണ്ടുപേർക്കും പോയിന്റ് കിട്ടിയിട്ടില്ല, ക്രോസ് ചെയ്തിട്ടില്ല, തല്ലിയിട്ടില്ല. മൊത്തത്തിൽ പോയതുകൊണ്ട് ഒരു പണിഷ്മെന്റ് ആയിട്ടൊരു പാട്ട് വെച്ച് തരും, നല്ലൊരു ഡാൻസ്.
തലേണ മന്ത്രത്തിൽ ടീം എയിൽ നിന്നും ടീം ബിയിൽ നിന്ന് രണ്ടുപേര് പോയിട്ട് പോയിന്റ് ഒന്നും നേടാതെ വന്നിരിക്കുകയാണ്. എല്ലാ പ്രതീക്ഷയോടും കൂടെ ടീം എയിൽ നിന്ന് ടീം ബിയിൽ നിന്ന് വീണ്ടും രണ്ടുപേര് വരാൻ പോവുകയാണ്. ടീം എയിൽ നിന്ന് വരുന്നു റോഷ്നി ആൻഡ് ടീം ബിയിൽ നിന്ന് അഭിരാമി. ഓൾ ദി ബെസ്റ്റ്. Your time starts now. 3, 2, 1, go. 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 കുറച്ചുകൂടെ പോ. അയ്യോ മതി കൊല്ലണ്ട. അല്ല, ദൈവമേ, ഞാൻ ആദ്യമേ തോക്കുമെന്ന് ഈ എപ്പിസോഡ് അവളെ ഒന്ന് എടുത്തു പോക്കാൻ പറ്റുമോ? വാവ എടുക്കുന്ന പോലെ ഓക്കെ, ആദ്യമേ പ്ലാൻ ചെയ്തതല്ലേ ഞാൻ തോക്കുന്നത് അല്ലേ? അല്ലേ, സത്യം പറ. കണ്ടപ്പോ തന്നെ ഞാൻ ഓർത്തു എല്ലാം ഏകദേശം എല്ലാം പോയി തീരുമാനമായി. തകർന്ന് തരിപ്പണായി. റോഷ്നിയാണ് ബോർഡർ ലൈൻ ക്രോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഓപ്പോസിറ്റ് ആളുടെ തലയണം പോയി. അതുകൊണ്ട് ടീം എക്ക് കിട്ടുന്ന 150 പോയിന്റ് ആണ്. നല്ലൊരു കൈയടി. സോ നമ്മുടെ തലയണ മന്ത്രത്തിന്റെ 2 റൗണ്ടുകൾ കഴിയുമ്പോഴേക്ക് ടീം എ ഇപ്പൊ 150 പോയിന്റ് നേടിയിരിക്കുന്നു. ടീം ബി 0-ൽ നിൽക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് റൗണ്ടിലേക്ക് ടീം എയിൽ നിന്ന് ആര് വരുന്നു? ടീം എയിൽ നിന്ന് ദേ വരുന്നു അഫിത. ടീം ബിയിൽ നിന്ന് വരുന്നു ഷാനി. Your time starts now. 3, 2, 1, go. Cross. Afida fast. എടുക്ക്, പില്ലോടുക്ക്. പില്ലവണ്ണടിക്ക്. തള്ളിയെടുത്ത്. അഫിദ ഷാനി. മത്സരം കഴിയുമ്പോൾ ഷാനിയാണ് ബോർഡർ ലൈൻ ക്രോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ടീം ബിക്ക് കിട്ടുന്നു 50 പോയിന്റ്. പക്ഷേ ടീം എ ഷാനിയെ അടിച്ച് തലയുടെ പുറത്തേക്ക് കളഞ്ഞു. സോ 100 പോയിന്റ് കിട്ടുകയാണ്. ഇനി പറയൂ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് അടിക്കാനേ പറ്റുള്ള അമ്മാതിരി അടിയായിരുന്നു. അല്ല അടിയായിരുന്നല്ലോ സ്റ്റാറ്റർ. അങ്ങനെ ചെയ്യണമെന്നാണല്ലോ ഞാൻ അടിക്കുന്നതാണ്. പക്ഷെ ഇവിടെ തള്ളായിരുന്നു. പക്ഷെ നിങ്ങളുടെ ആ ഒരു പില്ലോ ഫൈറ്റിന്റെ ആ ഒരു വാശി ഇവിടെ കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു രണ്ടുപേരും സംസാരത്തിൽ നിന്ന്. രണ്ടുപേരും നല്ല തള്ളുവാണ്, നല്ല അടിയാണ്. എന്തായാലും ടീം എക്ക് 100 കിട്ടി, ടീം ബിക്ക് 50 കിട്ടി. എന്തായാലും രണ്ടുപേർക്ക് പോയിന്റ് കിട്ടി. അപ്പൊ നിങ്ങളൊന്ന് കോംപ്രമൈസ് ആക്കാൻ ഒരു പാട്ട് കേട്ടെ. ഒന്ന് എൻജോയ് ചെയ്തോളൂ. മ്യൂസിക് പ്ലീസ്. അവസാനിക്കുമ്പോൾ ടീം എ നേടിക്കുന്നത് 250 പോയിന്റ്സ്. ടീം ബി നേടിയിരിക്കുന്നത് ജസ്റ്റ് 50 പോയിന്റ്സ്. Total. ടോട്ടലി നോക്കുമ്പോൾ ആ. ടീം ബി ഇപ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ 300-ഉം ഈ 50-ഉം 350. ടീം എ 250. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണോ? 2 മത്സരം ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ, സവാരിഗിരിയും തലയണ മന്ത്രവും. ഞങ്ങൾ എല്ലാവരും ആഘോഷമാക്കുന്ന മത്സരമാണ് താമരശ്ശേരി ചുരം. അപ്പൊ താമരശ്ശേരി ചുരത്തിൽ സ്കോറുകൾ മാറി മറിയുമോ എന്നറിയാൻ വേണ്ടിട്ട് കാത്തിരിക്കണം. ഒരു ചെറിയ ഇടവേളയുടെ സമയം. This is Boing. Have a short break. Boing. ഓരോ വീട്ടിലെയും സ്വീകരണ മുറിയെ പൊട്ടിച്ചിരികൊണ്ട് പൂരപ്പറമ്പാക്കുന്ന ഷോ, ദാറ്റ് ഈസ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. ആ സ്വീകരണ മുറിയെ ആഘോഷമാക്കുന്ന മത്സരമാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ആ മത്സരത്തിന്റെ പേരാണ് താമരശ്ശേരി ചുരം. ടീം എക്കും ടീം ബിക്കും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോകാം. ഓൾ ദ ബെസ്റ്റ്. താമരശ്ശേരി ചുരം കയറാനായിട്ട് ടീം എയും ടീം ബിയും ഓൾ സെറ്റ് ആണ്. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ബോളുകൾ കയ്യിലെടുക്കാം. ഇനി താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go.
ഗുഡ് ജോബ് ടീമേ. ടീം ബി പോ. Good job, Team B. Good job. Super. Oh, good job. Oh, good job. ടീം ഏ തമ്മിൽ ഗുസ്തിയാ. ഫയൽവാൻ ജയിച്ചേ. Only 3 minutes left. Last 30 seconds. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1. 0. Time out. സോ എല്ലാവരും ഒരുമിച്ച് ഇനി താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമാണ്. താമരശ്ശേരി ചുരം ഒരുമിച്ച് ഇറങ്ങട്ടെ. ബോയിന്റെ അതിഗംഭീരമായിട്ടുള്ള ആവേശം നിറഞ്ഞിട്ടുള്ള 3 മത്സരങ്ങളിലൂടെ അവസാനിക്കുകയാണ്. അതിന് മുന്നേ പോകുന്നതിന് മുന്നേ കുറെ നിങ്ങളുടെ അനുഭവങ്ങൾ ചോദിക്കാനുണ്ട്. ടിവിയിൽ കാണുമ്പോൾ എന്താണ് ഇതിൽ എന്താ കയറാൻ പറ്റാത്തെന്നുള്ള ഒരു ഇത് കാരണമാണ് മെയിൻ ആയിട്ട് വന്നത് ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷെ അത് മാത്രം കേറിയില്ല. എത്ര വീഴ്ച വീഴ്ന്നിട്ടുണ്ടെന്ന് ചോദിക്കുന്നത് എനിക്ക് റോഷ്നിയുടെ റോഷ്നി എനിക്ക് തോന്നുന്നു മിനിമം ഒരു 50 വീഴ്ച വീഴ്ന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോഴേ ഇവര് തമ്മിൽ ഗുസ്തി പിടിക്കണം. അവിടുന്ന് നിങ്ങൾ ഗുസ്തി ഞങ്ങൾക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ടേ സത്യം പറഞ്ഞാൽ കേൾക്കാൻ പറ്റും. അല്ല, നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നു, ഉരുണ്ട് വീഴുന്നു. വെയിറ്റ് കൂടി പോയതാണ് പ്രശ്നം. ഒട്ടും പറ്റുന്നില്ല. നിങ്ങളുടെ കളി കാണുമ്പോഴേ ബീവറേജിന് മുമ്പിൽ കള്ളുടിയന്മാര് ചുറ്റിത്തിരിയുന്നത് ആ ഒരു സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, എങ്ങനെയുണ്ട് മത്സരം അവസാനിക്കും? മൊത്തം മത്സരം എൻജോയ് ചെയ്തോ? സൂപ്പറായിരുന്നു. ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗെയിം? താമരശ്ശേരി ചുരം. ഓക്കെ, അടുത്ത ആള് എങ്ങനെയുണ്ട്? പോയി മത്സരം അവസാനിക്കുമ്പോ അടിപൊളിയായിരുന്നു. അടിച്ചു പൊളിച്ചു. അടുത്ത് ടീം ബിയിലേക്ക് വരുമ്പോ ഞാൻ എന്റെ സ്റ്റുഡന്റ് മാത്രം കേറിയില്ല, എന്നാലും കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കയറിയിട്ടില്ലല്ലോ, ഹെൽപ്പ് ചെയ്തില്ലേ? നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു, അതുകൊണ്ടല്ലേ പറഞ്ഞത് കുഴപ്പമില്ലാന്ന്. കിഡ് ഗെയിമാണ്. ഏറ്റവും കൂടുതൽ പേടിയുള്ളത് സവാരി ഇനിയിപ്പോ ഞാൻ പഠിപ്പിച്ച പണ്ടത്തെ കുട്ടികളൊക്കെ വരുമോ? വരും, എല്ലാരും ഒരു ടൈമില്ലായിട്ടാ. അടുത്ത ആളുടെ ചോദിക്കാനുള്ള കാരണം എല്ലാ മത്സരത്തിലും വെയിറ്റ് കുറഞ്ഞു പോയതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഈ മത്സരത്തിൽ വെയിറ്റ് കുറഞ്ഞുകൊണ്ട് പയർ പോലെ അങ്ങ് കയറിപ്പോയി. ഇല്ല, ഞാൻ ആ വല്ല വണ്ണമുള്ള ചേട്ടനോട് എറിയല്ലേ എന്ന് പറഞ്ഞപ്പോ ആ ചേട്ടൻ എറിഞ്ഞു ആദ്യം. അപ്പൊ പോയി. അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് ഇറത്തൊന്നുമില്ല. പിന്നെ ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്ത് വന്നപ്പോ പിന്നെ കയറിപ്പോയി. ഷാനി പറയും. ശരിക്കും തോക്കൂന്ന് ഉറപ്പിച്ചോണ്ട് വന്നവരാണ്. തോക്കുന്ന ഉറപ്പിച്ചിട്ട് വന്ന ആൾക്കാരാണ് നിങ്ങളല്ല. ഞാൻ വിശ്വസിച്ച് ഇത്രയും നേരം. ദൈവമേ. പക്ഷെ ട്രൈഡ്. എന്റെ മോട്ടിവേഷൻ ആയിട്ടോ. എന്തായാലും എല്ലാവരുടെയും എക്സ്പീരിയൻസ് നമ്മൾ അറിഞ്ഞു. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ മാർക്ക് അറിയണ്ടേ? നിങ്ങൾക്കറിയണ്ടേ? വളരെ ദയനീയമാണെങ്കിൽ നമുക്ക് പറയാം. ബോയിലെ ആദ്യ മത്സരം സവാരിഗിരി കഴിയുമ്പോൾ ടീം എ 0 പോയിന്റ്, ടീം ബി നേടിക്കുന്ന 300 പോയിന്റ്സ്. വെരി ഗുഡ്. രണ്ടാമത്തെ മത്സരം തലേണ മത്സരം കഴിയുമ്പോൾ ടീം എ നേടിക്കുന്ന 250, ടീം ബി 50 പോയിന്റ്സ്. മൂന്നാമത്തെ മത്സരം താമരശ്ശേരി ചുരത്തിൽ ടീം എക്ക് 200 കിട്ടിയപ്പോൾ ടീം ബി കിട്ടുന്നത് 400.
ഓക്കെ, മത്സരം അവസാനിക്കുമ്പോൾ ടീം എ ടോട്ടൽ നേടിക്കുന്ന 450 പോയിന്റ്സ് ആണ്. നല്ലൊരു കൈയടി. ഇനി കയ്യടിയുടെ ആക്കം കൂടേണ്ടത് ഇവിടെയാണ്. ഇവിടെ വിജയിച്ചിരുന്ന ടീം ബി ആണ്. 750 പോയിന്റ്സ്. വെരി ഗുഡ്, സൂപ്പർ. സോ ഇന്നത്തെ വിന്നേഴ്സ് ടീം ബിക്ക് ലഭിക്കുന്നു 4 വിഷ് മാട്രസ് നൽകുന്ന ഒരു കിടിലൻ ഗിഫ്റ്റ് 3 പേർക്ക്. കൺഗ്രാറ്റുലേഷൻസ്. അവർക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് വിഷമമായില്ലേ? ഇല്ല സന്തോഷം. പക്ഷേ എനിക്ക് വിഷമമായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വരണം. അതുകൊണ്ട് ഓർബിസ് ക്രിയേറ്റീവ് സ്പോൺസർ ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ് ടീമേ. നിങ്ങൾ ഹാപ്പി ആയില്ലേ? കാണുന്ന പ്രേക്ഷകർ ഹാപ്പി ആയില്ലേ? എല്ലാവരും ഹാപ്പി, ടോട്ടലി ഹാപ്പി. ഞാൻ ഡബിൾ ഹാപ്പിയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ മറ്റൊരു എപ്പിസോഡിൽ ഇതിലും ഗംഭീരമായിട്ട് സന്തോഷിക്കാനും നിങ്ങൾക്ക് ആസ്വദിക്കാനുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതുവരെയും ദിസ് ഈസ് ബോയ് ഇറ്റ്സ് മീ ദീപൻ സൈനിങ് ഓഫ് ആൻഡ് സൂരജ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ.